എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ലളിതമായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്, അതായത് സേമിയ പായസം. അപ്പൊ നിങ്ങൾ ഞങ്ങൾക്ക് സേമിയ പായസം ചേച്ചി ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ. സത്യമാണ്, 2 തരത്തിൽ ഞാൻ സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് കുക്കറിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നവരാത്രിയാണ്, നമുക്ക് ഭഗവാനൊക്കെ നേദിക്കാനുണ്ടാവും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അമ്മ എനിക്ക് പായസം വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കണ്ണടച്ചുണ്ടാക്കാൻ പറ്റുന്ന കുക്കർ സേമിയ പായസം. അപ്പൊ നിങ്ങൾ വിചാരിക്കും അയ്യോ കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ അത് വെന്തുടഞ്ഞ് കുഴഞ്ഞു പോകുമല്ലോ എന്ന്. പക്ഷെ ഒരിക്കലും ഇല്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. മാത്രമല്ല നമ്മൾ സാധാരണ നിന്ന് ഇളക്കി ചെയ്യുന്ന പായസത്തിനേക്കാളും സൂപ്പർ ടേസ്റ്റി ആണെന്നുള്ളതാണ് ഇതിന്റെ ഒരു കാര്യം. അപ്പൊ ഒട്ടും താമസിയാതെ നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള അതേസമയം ഈസി ആയിട്ടുള്ള കുക്കർ സേമിയ പായസം തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കുക്കറിൽ എങ്ങനെയാണ് സേമിയ പായസം തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാൻ ഇതിനു മുൻപ് 2 തരത്തിലുള്ള സേമിയ പായസം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കറിലാണെങ്കിലും ഒട്ടും തന്നെ കട്ട പിടിക്കാതെ നല്ല ലൂസായിട്ട് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്ന ഒരു പായസമാണ്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പം. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് കുക്കറിൽ എല്ലാം ഇട്ടിട്ട് അങ്ങ് അടച്ചു വെച്ച് വിസിലടിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് സേമിയ ആണ്. അപ്പോൾ ഒരു ചെറിയ അളവിലാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്നതിൻ്റെ 1 ഗ്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതിൻ്റെ ജസ്റ്റ് ഇരട്ടി അളവിൽ എടുത്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സേമിയ ഒന്ന് വറുത്തെടുക്കാം. ഈവൻ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന റോസ്റ്റഡ് സേമിയ ആണെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് നെയ്യിൽ വറക്കണം, അത് മറക്കരുത് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പത്ത് വെക്കുക. അതിലോട്ടൊരു അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് നെയ്യൊന്നും വേണ്ട കേട്ടോ. പിന്നെ നെയ്യ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നെയ്യ് വേണമെങ്കിൽ കൂടുതൽ ഉപയോഗിച്ചോളൂ. ഞാനിപ്പോൾ ഒരു അല്പം 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ആ നെയ്യ് ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് 1/2 ഗ്ലാസ് സേമിയ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്യുമ്പോൾ കരിയാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സേമിയ പായസം നന്നായിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി ചെറിയൊരു കളർ മാറുന്ന സമയത്ത് നമുക്കിത് എടുത്ത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നാട്ടിൽ കിട്ടുന്ന സേമിയയില്ല, നീളത്തിലുള്ള സേമിയ, അത് മുറിച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ. ഇതുപോലെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള സേമിയ ഇല്ലെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഏത് സേമിയയാണോ അത് വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ സേമിയ ഞാൻ ഓഫ് ചെയ്യാണ്. സേമിയയുടെ കളർ ലൈറ്റായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ സേമിയ എടുക്കുമ്പോൾ അതിലിങ്ങനെ വൈറ്റ് കളറിൽ ഇങ്ങനെ കുത്തുകൾ വരാൻ തുടങ്ങും. ചെറുതായിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മാറ്റി വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കുക്കർ എടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 ലിറ്ററിന്റെ കുക്കറാണ് കേട്ടോ. ചെറിയ കുക്കറായാലും കുഴപ്പമില്ല, 2.5 ലിറ്ററിന്റെ കുക്കറിൽ നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ഇത്തിരി വലിയതായിട്ട് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ 4 ലിറ്ററിന്റെ കുക്കർ എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 2.5 ഗ്ലാസ് പാല്. ഞാനിവിടെ ഫുൾ ഫാറ്റ് മിൽക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള ഏത് മിൽക്കാണെങ്കിലും, സ്കിംഡ് മിൽക്കാണെങ്കിലും ഉപയോഗിക്കാം. അത് നന്നായിട്ട് തിളപ്പിച്ച് ആറ്റിയ പാലാണെങ്കിലും തിളപ്പിക്കാത്ത പാലാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ 2.5 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1/2 ഗ്ലാസ് സേമിയയ്ക്ക് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ സേമിയ അളന്നത് സെയിം ഗ്ലാസ്സിൽ തന്നെ 2.5 ഗ്ലാസ് പാല്. പിന്നെ നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നോർമൽ വാട്ടർ 1 ഗ്ലാസ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് പഞ്ചസാരയാണ്. പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. അപ്പോൾ ഇതൊരു മീഡിയം മധുരമാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ഏലക്കായ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ മൊത്തത്തിലുള്ള ഏലക്കായ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ അടുത്ത് ഏലക്കായ ഫുൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ ഇത്രയും ചേർത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഇതങ്ങ് അടച്ചു വെക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ 2 വിസിൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുപ്പ് മാറ്റി വെക്കണം. എന്നിട്ട് കംപ്ലീറ്റ് ചൂടാറിയതിനു ശേഷം മാത്രം ഇത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ചെറിയ തീയിൽ 2 വിസിൽ കേട്ടോ. അപ്പോൾ ഇതാ 2 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഒട്ടും തന്നെ ചൂടില്ലാത്ത അടുപ്പിലോട്ട് മാറ്റി വെക്കാം. ഇതിന്റെ കംപ്ലീറ്റ് പ്രഷർ മാറിയതിനു ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ കുക്കർ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ പായസം നന്നായി കുക്കായിട്ടുണ്ട്. അതേസമയം ഇങ്ങനെ കുറുക്ക് പോലെ ആയിട്ടുമില്ല, ഇങ്ങനെ പാകം കൺസിസ്റ്റൻസിയാണ്. ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഇതിങ്ങനെ കുറച്ച് വെള്ളം പോലെ ഇരിപ്പുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ചൂടാറുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിക്കോളും. നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരല്പം ഉപ്പാണ്. ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മൾ മധുരം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു നുള്ളു ഉപ്പ് ചേർക്കണം. അപ്പോഴാണ് ആ കറക്റ്റ് ആയിട്ടുള്ള മധുരം ക്രമപ്പെട്ട് വരുള്ളൂ. അപ്പോൾ ഒരു നുള്ളു ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരുപാട് ഉപ്പ് അങ്ങോട്ട് ഇടരുത് കേട്ടോ. അല്ലപ്പം മാത്രം ഉപ്പിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിൽ വറുത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പം കണ്ടില്ലേ, ഒട്ടും തന്നെ നമ്മൾ ചിലപ്പോൾ സെമിയ പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കുഴഞ്ഞു പോകും, ഇങ്ങനെ ശരിക്കും പുഡിങ് പോലെ ആയിപ്പോകും. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഒരു സോസ് പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഒരു അല്പം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ നെയ്യ്. എനിക്ക് ഒരുപാട് നെയ്യിൻ്റെ വാസന ഇഷ്ടമില്ല. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റ് ആവട്ടെ. അതിലോട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം.
അണ്ടിപ്പരിപ്പും കിസ്മിസ് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മൾ പായസം ആയതുകൊണ്ട് അത് ചേർക്കണമെന്ന് മാത്രം. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഫുൾ ആയിട്ടുള്ള ഏലക്കായ ഇല്ലെങ്കിൽ ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. പിന്നെ ഇതിൽ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കും ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ വേറൊരു ടേസ്റ്റ് ആയിട്ട് മാറിപ്പോകും. നമ്മുടെ നാടൻ സേമിയ പായസത്തിൽ കണ്ടൻസ്ഡ് മിൽക്കിന്റെ ആവശ്യമില്ല, പിന്നെ ആകെ കട്ടയായി മാറിപ്പോകും. അപ്പൊ ഇതൊന്ന് ഗോൾഡ് കളർ ആവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ നല്ല ഗോൾഡ് കളർ ആയിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ വറക്കുമ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വറക്കണം, ഒരേപോലെ ആയിരിക്കണം. ഒരുപാട് മൂപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പൊ നമുക്ക് അണ്ടിപ്പരിപ്പ് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടി ഇട്ടങ്ങ് ഫ്രൈ ചെയ്യാം. അപ്പൊ ജാൻചേട്ടന് കിസ്മിസ് ഇല്ലെങ്കിലേ പായസം കുടിച്ചൊന്നും തോന്നില്ല അത്ര. അപ്പൊ അതും കൂടെ ഒന്ന് വീർത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയുള്ള പരിപാടി. മിക്സ് ചെയ്യാം, സെർവ് ചെയ്യാം. ടേസ്റ്റ് നോക്കാം. മധുരം കുറവ് പോലെ തോന്നുന്ന നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് മാറ്റം വരുത്താം. ഇതെനിക്ക് പെർഫെക്റ്റ് മധുരമാണ്, കണ്ടില്ലേ. അപ്പൊ നല്ല ലൂസായിട്ടുള്ള സേമിയ പായസം. ഏലക്കായ എടുത്ത് കളയാൻ മറക്കരുത്, അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന സമയത്ത് ഏലക്കായ വായിൽ പെടും. ഇപ്പൊ ഇച്ചിരി ലൂസ് പോലെ തോന്നുകയാണെങ്കിലും അത് ശരിയായിക്കോളും കേട്ടോ. സേമിയ പായസം നമ്മൾ തണുപ്പിച്ചിട്ടും കഴിക്കാം, ചൂടോടുകൂടി കഴിക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. അതെ, നമ്മൾ രണ്ടാമത്തെ ഏലക്കയും കിട്ടിട്ടോ. അപ്പൊ ഞാൻ കുഞ്ഞു പാത്രത്തിലോട്ട് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഒഴിച്ചതിന് ശേഷം. അപ്പൊ നമുക്ക് നമ്മുടെ സേമിയ പായസം ടേസ്റ്റ് ചെയ്യാം. അരേ വാ, എന്താ പറയാ, നിങ്ങൾ കഴിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇളക്കി ഉണ്ടാക്കിയ പായസത്തിനേക്കാളും സൂപ്പർ ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ സിമ്പിളും ആണ്. അപ്പോൾ എല്ലാവർക്കും, ഈവൻ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളെന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.